Good afternoon to all. Good afternoon. Good afternoon, ma'am. Okay, good afternoon. Good afternoon. Okay, then how are you all? Have you had your lunch? Good, yeah, good, ma'am. Miss. Yeah, yes. Class ready ആണ്, active ആണ്. കഴിച്ചിട്ടില്ല. Okay. ക്ലാസ് കഴിഞ്ഞു. Okay, അപ്പോ active ആണല്ലോ എല്ലാവരും. Active ആണല്ലോ അല്ലേ? Mute ചെയ്തോ, ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. എല്ലാവരും മ്യൂട്ട് ചെയ്യാം, മ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ സംസാരിക്കണമെങ്കിൽ മാത്രം മ്യൂട്ട് ചെയ്യുക, അതിനുശേഷം മ്യൂട്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് വരും. റെക്കോ ക്ലാസ് കാണുന്നവർക്കാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മാക്സിമം മ്യൂട്ട് ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ ഞാൻ ഓൺ മ്യൂട്ട് കൊടുത്ത് ക്ലാസ് എടുക്കേണ്ടി വരും. അതുകൊണ്ടാണേ. ഓക്കെ, കോപ്പറേറ്റ് ചെയ്യാം കേട്ടോ എല്ലാവരും. ഓക്കെ, അപ്പൊ റെഡി ആണല്ലോ, സ്റ്റാർട്ട് ചെയ്യാലോ നമുക്ക്. ഓക്കെ, സോ നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ അറിയാലോ, മൊഡ്യൂൾ 1 ചാപ്റ്റർ 8 ആണ് കേട്ടോ. മൊഡ്യൂൾ 1 ചാപ്റ്റർ 8 ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഡൗട്ട് വന്നു അല്ലെ, വേർഡ്സ് മീനിങ് വേർഡ് എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. അതായത് ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് അല്ലെ, ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴാണ് നമ്മൾ കുറച്ച് താരിഫ് എന്താണെന്നൊക്കെ ചോദിച്ചു അല്ലെ. ഒന്നുകൂടെ ഒന്ന് പറയാവേ, ശ്രദ്ധിച്ചിരിക്കണേ. അടുത്ത പോർഷൻസ് എല്ലാം ക്ലിയർ ആവുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നില്ലേ? ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഫങ്ഷൻസ് എന്താണ്, ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് എന്താണ്? രജിസ്ട്രേഷൻ അല്ലേ, രജിസ്റ്റർ ചെയ്യണം. അപ്പൊ രജിസ്ട്രേഷൻ ചെയ്യണം എന്ന് വെച്ചാൽ എങ്ങനെയാ? പേഷ്യൻസ് ആണെങ്കിലോ ഗസ്റ്റിന്റെയോ ട്രീറ്റ്മെന്റിന് വരുന്നവരുടെയോ അല്ലെ, ട്രീറ്റ്മെന്റിന് വരുന്ന ഗസ്റ്റിന്റെയോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെയോ കൺസൾട്ടേഷന് ഒരു ബില്ലിംഗ് ആണല്ലേ, കൺസൾട്ടേഷൻ ബില്ലിംഗ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്താ രജിസ്റ്റർ ചെയ്യുമല്ലോ, അതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തത് പോറാണ് അല്ലെ. അപ്പൊ രജിസ്ട്രേഷൻ എന്താണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇനി രജിസ്റ്ററിംഗ് ഗസ്റ്റ് എന്താണ്? The hospital needs to keep a complete register of guests essential for other departments as അതായത് ഒരു ഗസ്റ്റിന്റെ അല്ലെ, ഗസ്റ്റിന്റെ കംപ്ലീറ്റ് രജിസ്റ്റർ വേണം, അതായത് കംപ്ലീറ്റ് റെക്കോർഡ്സ് വേണം. രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ഗസ്റ്റ് ഹോസ്പിറ്റലിൽ ഒരു ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ പേഷ്യന്റ് വരുമ്പോൾ അവരുടെ കംപ്ലീറ്റ് റെക്കോർഡ്സ് വേണം. രജിസ്റ്റർ ചെയ്യുമ്പോൾ എല്ലാം വലിയ ഇൻക്ലൂഡ് ആയിരിക്കണം. ഫസ്റ്റ് രജിസ്ട്രേഷൻ ഓക്കെയാണ്, അത് കഴിയുമ്പോൾ അവര് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് വരുന്ന കുറച്ച് റെക്കോർഡ്സ് ഉണ്ടല്ലോ അല്ലെ, അതെല്ലാരും എന്താണ് രജിസ്ട്രേഷനിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഏതൊക്കെയാണ് അതൊക്കെ? മെഡിക്കൽ റെക്കോർഡ്, അവരുടെ മെഡിക്കൽ കണ്ടീഷൻസിനെ കുറിച്ച് പറഞ്ഞ കുറച്ച് റെക്കോർഡ്സുകളും, പിന്നെ അവരെ എന്താണ് അഡ്മിഷൻ എടുത്തത്, പിന്നെ ബില്ലിംഗ് ഡീറ്റെയിൽസ്, പിന്നെ എന്താണ് വാർഡ്, ഏത് വാർഡായിരുന്നു, പിന്നെ എന്തുവാ ഡയഗ്നോസ്റ്റിക് മീൻസ് രോഗനിർണയം അല്ലെ, രോഗത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, വാർഡിനെ കുറിച്ചുള്ള അതേഴ്സ്, ഇങ്ങനെ ചില കാര്യങ്ങളെ കുറിച്ചുള്ള കുറച്ച് റെക്കോർഡ്സ് ആ രജിസ്ട്രേഷനിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, then data needed for registration. Data also needed ആണ് അല്ലെ, ആവശ്യമാണ്. പേഴ്സണൽ ഡാറ്റാസ്, ഗസ്റ്റിന്റെയോ പേഷ്യൻസിന്റെയോ പേഴ്സണൽ ഡാറ്റാസ് നമുക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആവശ്യമാണ്. അപ്പൊ അതും കൂടെയാണ്, ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഇനി നെക്സ്റ്റ്, വോയിസ് ക്ലിയർ അല്ല. വോയിസ് ക്ലിയർ ആണോ? No. Just wait a second. Okay, ipo clear aano voice? Clear? Yeah. Okay.
ഓക്കെ. അപ്പൊ ഈ നെക്സ്റ്റ് സെക്കൻഡ് അല്ലെ, സെക്കൻഡ് വൺ എന്താണ്? ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്. ഗസ്റ്റിന് നമ്മൾ കുറച്ച് ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടതുണ്ട്. എന്തിനെ കുറിച്ചൊക്കെയാണ്? അവര് ഹോസ്പിറ്റലിൽ വരുമ്പോ നമുക്ക് അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ നമ്മൾ ബില്ലിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അവര് പോകുന്ന ശേഷം അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം. എന്തിനാണ്? താരിഫ് എന്ന് പറയുന്നത്, ഇവിടെ താരിഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബില്ലില് അല്ലെ, അവർക്ക് ഹോസ്പിറ്റലിൽ ലീവ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഒരു ബില്ല് കൊടുക്കുമല്ലോ അല്ലെ, അതിൽ വരുന്ന എന്തൊക്കെയാണ് ടാക്സസ്, എന്തിലേക്കാണ് ടാക്സസ് പോയത്, അപ്പൊ അതിനെക്കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻസ്, താരിഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ടാക്സ് ആണ് ഉണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ താരിഫ്, സീനിയർ സിറ്റിസൺ ക്ലബ്, അതായത് നമുക്ക് കുറച്ചുകൂടെ പ്രായമായ വ്യക്തികൾക്ക് കുറച്ച് നമ്മൾ എന്റർടൈൻമെന്റ്സ് ഉണ്ടാവും അല്ലെ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു അഡൾട്ട്സിനൊക്കെ നമുക്ക് എന്റർടൈൻ ചെയ്യുന്ന അങ്ങനെ ഒരു എൻവയോൺമെന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം. കൈൻഡ് ഓഫ് ഒരു ഏരിയ, അങ്ങനെ ഒരു ഏരിയയെ കുറിച്ചിട്ട് അവര് എന്താണ് ഗസ്റ്റിനോട് ഇൻഫോം ചെയ്യും. പിന്നെ അതർ പാക്കേജസ്, വേറെ എന്തെങ്കിലും തരത്തിലുള്ള പാക്കേജസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കും. പിന്നെ എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ, എന്തൊക്കെയാണ് ഇപ്പോൾ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അവരുടെ ഡയഗ്നോസ്റ്റിക്കുമായി ബന്ധപ്പെട്ടതോ, ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ, ലാബിൽ ചെക്ക് ചെയ്തതിന്റെയും അതിൻ്റെതായ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ അവർ നടത്തിയ കുറച്ച് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അത് ചെക്കപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൂടെ അവർ കൊടുക്കും. പിന്നെ മീൻസ് ലബോറട്ടറിയുമായുള്ള ഇൻഫർമേഷൻസോ അല്ലെ, ഇപ്പൊ ലാബ്, അവിടെ ലാബ് ഇട്ടുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയില്ലോ, മനസ്സിലായോ? അപ്പൊ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസും കൂടെ നമ്മൾ ഗസ്റ്റിന് കൊടുക്കും. പിന്നെ എമർജൻസി, ഓക്കെ, എന്തെങ്കിലും എമർജൻസി അത്യാവശ്യം വേണ്ട പെട്ടെന്നുള്ള അത്യാവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ, അതായത് ഒരു ഗസ്റ്റ് വരാണെങ്കിൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ നമ്മുടെ ഫ്രണ്ട് ഓഫീസിൽ സ്റ്റാഫ് ഗസ്റ്റിന് കൊടുക്കുന്നുണ്ടാവും. അതെന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ താരിഫ്, ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ സീനിയർ സിറ്റിസൺസിനെ നമ്മൾ കുറച്ചുകൂടി എന്റർടൈൻ ചെയ്യുന്നതും അവർ കുറച്ചുകൂടി റിലാക്സ് ചെയ്തിരുന്ന അങ്ങനെ ഒരു ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഏരിയാസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നും അങ്ങനെ ഒത്തിരി പാക്കേജസ് അതിനെ കുറിച്ചൊക്കെയാണ് ഇൻഫർമേഷൻസ് ഗസ്റ്റിന് കൊടുക്കുക. ഇനി എന്താണ് നെക്സ്റ്റ്? തേർഡ് വൺ ക്യാഷ് കളക്ഷൻ ആണ് അല്ലെ. The registered amount to be collected from the guest and should be deposited to the cash at the end of the day before closing counter hand over to unknown. അതായത് ഗസ്റ്റിന് നമ്മൾ കളക്ട് ചെയ്ത എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ആ ദിവസം അവസാനിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണം. പിന്നെ എന്താണ്? ആ ദിവസം അവസാനിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ആ കൗണ്ടർ ഹാൻഡ് ഓവർ ചെയ്യാം. ഷിഫ്റ്റ് ആണല്ലോ അല്ലെ, നമുക്ക് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ 24 hours ഒരു വർക്കിംഗ് അല്ലല്ലോ അതിനകത്ത് അല്ലെ, ഷിഫ്റ്റ് ഉണ്ടാകും. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഡ്യൂട്ടി ഏറ്റെടുത്ത ഒരു സ്റ്റാഫ് അവരുടെ എല്ലാം ഷിഫ്റ്റ് അവരുടെ കഴിയുന്നതിന് മുൻപായിട്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട് വന്ന ക്യാഷ് ആണെങ്കിലും ബില്ലിങ്സ് ആണെങ്കിലും അല്ലെ ബിൽസ് ആണെങ്കിലും അതെല്ലാം കളക്ട് ചെയ്തിട്ട് ആ ക്യാഷ് അവർ ഡെപ്പോസിറ്റ് ചെയ്യാം. ദെൻ ഒരു സ്റ്റാഫ് വരുമ്പോൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. അത്രയാണ്. കാരണം അവർ നിന്ന ആ ടൈം, ഇപ്പൊ ഞാനാണ് രാവിലെ മോർണിംഗ് ഷിഫ്റ്റ് ഞാനായിരുന്നു, മോർണിംഗ് നടന്ന എല്ലാ കളക്ഷനും എല്ലാ ക്യാഷ് ഡീലിങ്സ് ആണെങ്കിലും എല്ലാം കറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്ത് അത് ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഒന്ന് ഫ്രഷ് ആയിട്ട് തന്നെ മറ്റൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. അതായത് വേറെ ഒരു ബാധ്യതകളോ ഒന്നുമില്ലാത്ത രീതിയിൽ തന്നെ മറ്റൊരു സ്റ്റാഫിനെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യും. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് എൻക്വയറീസ് ആൻഡ് ഇൻഫർമേഷൻസ് ആണ് ഹാൻഡിൽ ചെയ്യാം. ഇനി ഹാൻഡിൽ ചെയ്യണ്ടേ? ഇപ്പോ ഒരു ജസ്റ്റ് കോട്ട് ഉണ്ട് അവിടെ. ഓക്കെ, റൂഡ്നെസ് ഈസ് എ വീക്ക് പേഴ്സൺസ് അറ്റംപ്റ്റ് അറ്റ് സ്ട്രെങ്ത്. ദേഷ്യം, റൂഡ്നെസ് മീൻസ് ഒരു മോശമായ ഒരു പെരുമാറ്റം, അതായത് ദേഷ്യപ്പെടുന്ന ഒരു പെരുമാറ്റം. ആ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് ഒരു വീക്കായ ഒരു പേഴ്സണെ സ്ട്രെങ്ത് ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അതായത് ഒരു വീക്ക് പേഴ്സൺ, ഓക്കെ, ഒരു വീക്ക് പേഴ്സണെ എനിക്ക് അത്യാവശ്യം സ്ട്രെങ്ത് ആണ്, എനിക്ക് സ്ട്രെങ്ത് ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി നമ്മൾ പെരുമാറുന്ന നമ്മുടെ ഒരു പെരുമാറ്റ രീതിയാണ് എന്താ റൂഡ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് കോട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്താണ് ഹാൻഡിൽ ചെയ്യുക, നന്നായിട്ട് നല്ല ഒരു ബിഹേവ് ചെയ്ത് ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്തുകൊണ്ട് തന്നെ ആ ഇൻഫർമേഷൻസും എൻക്വയറീസും നമ്മളെ ഹാൻഡിൽ ചെയ്യാം. ദെൻ സേഫ് പ്ലീസ്, നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും ജസ്റ്റ് പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുക. ലൈക്ക് പ്ലീസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ട് നമ്മൾ സംസാരിക്കാം. ദെൻ എക്സ്പ്ലെയിൻ ചെയ്യുക, ഡു ഇറ്റ് പേഷ്യന്റ്ലി. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ആണെങ്കിലും എല്ലാം നമ്മൾ പേഷ്യന്റ് ക്ഷമയോടെ തന്നെ കൈകാര്യം ചെയ്യാം. ദെൻ അക്കോമഡേറ്റ് ദ അതർ വ്യൂ പോയിന്റ്സ്. നമുക്ക് എന്തെങ്കിലും വ്യൂ പോയിന്റ്സ് ഒക്കെ നടക്കുന്നു അക്കോമഡേറ്റ് ചെയ്യാം. സോ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻഫർമേഷൻസിന് വരുന്നോ അല്ലെങ്കിൽ എൻക്വയറീസിന് വരുന്നോ ഏതെങ്കിലും പേഷ്യൻസ് ആയിക്കോട്ടെ ഗസ്റ്റ് ആയിക്കോട്ടെ അവരെ നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുക. അതാണ് ഫോർത്ത് വൺ. ഓക്കെ,
Then report making. Report തയ്യാറാക്കേണ്ടത് എന്താണ്? ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആണ്. ഇപ്പോൾ സെൻസസ് റിപ്പോർട്ട് ആയാലും അതർ റിപ്പോർട്ട്സ് ആണെങ്കിലും എല്ലാം നമ്മൾ മേക്ക് ചെയ്യേണ്ടത് തയ്യാറാക്കേണ്ടത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആണ്. ഇത്രയാണ് ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണല്ലോ? ഓക്കെ. Then next up, do you know why the customer leave? So customers mostly hospital വിട്ട് പോകുന്നത് എന്താണ്? അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അതിൽ 1% ഡൈ ആണ് അല്ലെ. ഒരു ശതമാനം ആൾക്കാരെ കസ്റ്റമർ മീൻസ് പേഷ്യൻസ് ലീവ് ആവുന്നത് 1% മരണത്തോടെയാണ് അല്ലെ. ചിലപ്പോ മരിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ ലീവ് ചെയ്യുക. അത് 1% മാത്രമാണ് കേട്ടോ. Then 3% മൂവ് away. ചിലപ്പോ അവർ തന്നെ ലീവ് ചെയ്ത് പോകാം. 3% അങ്ങനെയാണ്. Then 5% ഡെവലപ്പ് അതർ റിലേഷൻഷിപ്പ്. അപ്പോ അത് ഇപ്പോ എന്തെങ്കിലും നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ചിലപ്പോൾ അവർ ലീവ് ചെയ്യാം. Then 9% ലീവ് ഫോർ കോമ്പറ്റേറ്റീവ് റീസൺസ്. എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള റീസൺസ് കാരണം, എന്തെങ്കിലും മോശപ്പെട്ട റീസൺസ് കാരണോ അല്ലെങ്കിൽ അങ്ങനത്തെ റീസൺസ് കാരണം ചിലപ്പോ ലീവ് ചെയ്യാം. ഓക്കെ. Then 14% എങ്ങനെയാണ്? സൗണ്ട് ക്ലിയർ അല്ല. ആണോ? സൗണ്ട് ഒട്ടും ക്ലിയർ അല്ലേ? ഒന്ന് സൗണ്ട് ക്ലിയർ അല്ല എന്ന് പറയുന്നവർ ഒന്ന് ലീവ് ചെയ്ത് ഒന്നോടൊന്ന് ജോയിൻ ചെയ്യാവോ? ക്ലിയർ ആണ്? ഓക്കെ, സൗണ്ട് ഉണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു അവിടുത്തെ എന്തെങ്കിലും എക്കോ വരുന്നുണ്ടോ? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഞാൻ അൺമ്യൂട്ട് കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ. Just wait. Okay, clear? Clear ആണോ? ഇനി എന്തെങ്കിലും ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്നുകൂടെ ജോയിൻ ചെയ്യാം കേട്ടോ. ഞാൻ അൺമ്യൂട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും എന്റെ സൗണ്ട് ക്ലിയർ ആകും. ഓക്കെ, പിന്നെന്താണ് 40% എങ്ങനെയാണ്? ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയിൽ ചിലപ്പോൾ പ്രൊഡക്റ്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സർവീസിന്റെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയിലും അല്ലാതെയും അങ്ങനെ ഒരു 14% ആൾക്കാർ അല്ലെങ്കിൽ പേഷ്യൻസ് ലീവ് ചെയ്യണം. 68 മോസ്റ്റ് ഇമ്പോർട്ടന്റ് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലീവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് റൂഡ് ഓർ ഡിസ്കോർച്ചസ് സർവീസസ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ലീവ് ചെയ്യുന്നത് മോശമായ പെരുമാറ്റ രീതി കൊണ്ടാണ്. റൂഡായിട്ടും ഒക്കെ സംസാരിക്കുന്ന രീതി കൊണ്ട് ഒരുപാട് പേഷ്യൻസും അല്ലെങ്കിൽ കസ്റ്റമേഴ്സും അവിടെ നിന്ന് ലീവ് ചെയ്യാം. അപ്പൊ ഇത് പഠിച്ചു വെക്കുക കേട്ടോ. മിക്കതും ഓർത്ത് വെക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് വെച്ചാൽ പഠിക്കേണ്ടത് ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് ആൾക്കാർ പോകുന്നതെന്നും ഏറ്റവും കുറവ് ആൾക്കാർ എവിടെയാണ് എന്തുകൊണ്ടാണ് ലീവ് ചെയ്യുന്നതും നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ മോസ്റ്റ് കൂടുതൽ ആൾക്കാർ എന്താ ലീവ് ചെയ്യാൻ കാരണം? റൂഡ് ഓർ ഡിസ്കോർച്ചസ് സർവീസസ്, മോശമായ. Just wait a second. ഓക്കെ, ഇവിടെ മൂവ് എവേ എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകാം. മനസ്സിലായോ? അവിടുത്തെ ഓക്കെ അവര് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ഒരു 3% ആൾക്കാർ വേറെ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് പോവാലോ. മനസ്സിലായോ? ട്രീറ്റ്മെന്റ് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് മാറി നിൽക്കാം. അത് മാറി നിൽക്കുക എന്നൊരു മീനിങ്ങിലാണ് ഇവിടെ മൂവ് എവേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞു ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്? ഏറ്റവും കൂടുതൽ ആൾക്കാർ ലീവ് ചെയ്യുന്നത് എന്ത് കാരണം കൊണ്ടാണ്? അങ്ങനെ ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. ഏറ്റവും കുറവ് ആൾക്കാർ പോകുന്നത് എന്ത് റീസൺ കൊണ്ടാണ് എന്ന് നമുക്ക്
ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പോൾ പെർസെന്റേജ് വെച്ച് ചോദിക്കാം. ഇപ്പോ 40% ആൾക്കാര് ലീവ് ചെയ്യുന്നത് എന്ത് കാരണം കൊണ്ടാണ് എന്ന് ചോദിക്കാം. മനസ്സിലായോ? അതുകൊണ്ട് ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് നന്നായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ദ കസ്റ്റമർ വാണ്ട്സ് യു ടു, എന്താണ് കസ്റ്റമർ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത്? ഗ്രീറ്റ് ചെയ്യുക അല്ലെ, പിന്നെ വാല്യൂ ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, അതിനെ കേട്ടിരിക്കുക, ഇൻവൈറ്റ് ചെയ്യുക, നമ്മളെ തന്നെ ഇൻവൈറ്റ് ചെയ്യുക. ടീച്ചറിനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, then areas coming under front office or outpatient area are, ഇപ്പോ ഫ്രണ്ട് ഓഫീസിന് താഴെ വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത് മെയിൻ റിസപ്ഷൻ, then കൺസൾട്ടേഷൻ റൂം, പിന്നെ ഡയഗ്നോസ്റ്റിക് ഏതൊക്കെയാണ്, ECG, MRI, CT സ്കാൻ, സാമ്പിൾ കളക്ഷൻസ്, ഇതെല്ലാനും ഫ്രണ്ട് ഓഫീസിന് താഴെ വരുന്ന ഏരിയാസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോഴും ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല അല്ലെ? ഓക്കെ, clear? Yeah. Then understand the challenges faced by front office staff, like front desk staff. ഏതൊക്കെ challenges ആണ് അവര് ഫേസ് ചെയ്യുന്നത്? മാനേജിങ് പേഷ്യന്റ് ഇമോഷൻസ്, പേഷ്യൻസിന്റെ ഇമോഷൻസിനെ മാനേജ് ചെയ്യുക. കാരണം പേഷ്യൻസ് വരുന്നത് ഏത് ഇമോഷൻസിനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. നല്ലൊരു എന്താണ് ഹാപ്പി ആയിട്ടൊന്നും ആരും പേഷ്യൻസ് ഒന്നും ഒരിക്കലും ഹോസ്പിറ്റലിലേക്ക് വരില്ല. സോ അവരുടെ ഇമോഷൻസ് നമ്മൾ മോസ്റ്റ്ലി നമ്മൾ നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക, നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. ആസ് എ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരെയാണ് കൂടുതലും പ്രിഫർ ചെയ്യുക അല്ലെ. അവരുടെ ഇമോഷൻസ് നമ്മൾ മാക്സിമം നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. സോ അത് ഏറ്റവും വലിയൊരു ചലഞ്ച് തന്നെയാണ് അല്ലെ. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഫേസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ചലഞ്ച് തന്നെയാണ് എന്താ, പേഷ്യൻസിന്റെ ഇമോഷൻസ് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്. Then handling call volume and managing phone etiquette, അതായത് കോൾസ് വരുന്നതല്ലേ, കോൾസ് ഒരുപാട് എൻക്വയറീസ് ആണെങ്കിലും ഇൻഫർമേഷൻസ് ആണെങ്കിലും എല്ലാം ഈ ഫ്രണ്ട് ഓഫീസിലാണ് കോൺടാക്ട് ചെയ്യും. സോ ഇപ്പൊ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യും. എന്തെങ്കിലും എൻക്വയറീസ് ആണെങ്കിലും അല്ലെ, നമുക്ക് നമ്മൾ തന്നെ കോമൺലി നമ്മൾ തന്നെ വിളിക്കാറുണ്ട്. ചിലപ്പോൾ അവർ സംസാരിക്കുന്ന രീതി ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലെ. അപ്പൊ എല്ലാവരെയും ഒരേപോലെ എന്ത് കോൾസ് ആണെങ്കിലും, എന്ത് ഫോൺ എന്തെങ്കിലും എൻക്വയറീസ്, ഫോണിലൂടെ വരുന്ന കോൾസ് ആയിക്കോട്ടെ, ഇൻഫർമേഷൻസ് ആയിക്കോട്ടെ, എന്താണെങ്കിൽ പോലും നമ്മള് ശരിക്കും നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കാം. ആസ് എ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും വേണ്ടത് നമുക്ക് ഒരു പേഷ്യൻസ് ആണ്. നമ്മൾ ക്ഷമയോടെ തന്നെ എല്ലാം ഹാൻഡിൽ ചെയ്യുക. ഇമോഷൻസ് ആണെങ്കിലും, ആസ് എ പേഷ്യൻസ് ഇമോഷൻസ് ആണെങ്കിലും, വരുന്ന കോൾസ് ആണെങ്കിലും, ഇൻഫർമേഷൻസ് ഓർ എൻക്വയറീസ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, മാനേജിങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ് ആൻഡ് പേഷ്യൻസ് ഫ്ലോ, അതായത് പേഷ്യൻസിന് ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യുമ്പോൾ അതും മാനേജ് ചെയ്യണം അല്ലെ. അവരുടെ ദേഷ്യവും എല്ലാം നമ്മൾ തന്നെ കാണണം. ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യുമ്പോൾ അതും നമ്മൾ തന്നെ കാണേണ്ടതാണ്. അപ്പൊ ഒരുപാട് പേഷ്യൻസ് വരുന്ന ടൈമിലും അവരെ കൺട്രോൾ ചെയ്യേണ്ടതും ആ ടൈംസ് ഒക്കെ മാനേജ് ചെയ്യേണ്ടതും ആരാണ്? ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആണ്. ഇവിടെ പേഷ്യന്റ് ഫ്ലോ എന്ന് പറയുന്നത് ഒരുപാട് പേഷ്യൻസ് വരുമ്പോൾ ഉള്ള ആ ഒരു തിക്കും തിരക്കിനെയാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം മാനേജ് ചെയ്യേണ്ടത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആണ്, ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ് ആണ്. കംപ്ലൈന്റ് റെസൊല്യൂഷൻ, കംപ്ലൈന്റ്സ് ഒക്കെ സൊല്യൂഷൻ കണ്ടെത്തുക, അതൊക്കെ സോൾവ് ചെയ്യുക എന്നുള്ളതും സ്റ്റാഫിന്റെ ഡ്യൂട്ടീസ് ആണ്. അല്ലെങ്കിൽ അവരെ ഫേസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ചലഞ്ചസ് ആണ്. ഓക്കെ, ദെൻ മെയിൻ ഗോൾ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഓഫീസിന്റെ മെയിൻ ഗോൾ ആസ് എ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് അവര് ഫേസ് ചെയ്യുന്ന അവർക്ക് ഏറ്റവും വേണ്ട ഒരു എയിം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, your main goal is to have each patient leave with a smile, satisfaction on their face and the feeling of having been well taken care of by you and your employees, colleagues. അതായത് നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവരുടെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടാകണം, അതുപോലെ അവർ സാറ്റിസ്ഫൈ ആയിരിക്കണം അല്ലെ. നമ്മൾ ഇത്രയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. നമ്മളത് പറയുമ്പോൾ ആസ് എ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. അവരുടെ ഇമോഷൻസ് ആണെങ്കിൽ അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ അല്ലെ പ്രോബ്ലംസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അത് സോൾവ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിൽ തന്നെ നല്ലൊരു ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടും അല്ലെ. ഒരു നെഗറ്റീവ് മാർക്ക് അവിടെ വരാൻ പാടില്ല. ആസ് എ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ചെയ്ത പ്രവൃത്തി കൊണ്ട് ഒരിക്കലും നെഗറ്റീവ് വരാൻ പാടില്ല. അതിന് പകരം എന്താണ് അവർക്ക് വേണ്ടത്? അവര് പേഷ്യൻസ് വന്നു പോകുന്ന പേഷ്യൻസ് അവര്
അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകണം എന്നാണ് എന്താണ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന് അവരെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവരെ നന്നായിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്തു അല്ലെ, അവരുടെ എംപ്ലോയീസ് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എംപ്ലോയീസ് ആയിക്കോട്ടെ അവർ നന്നായിട്ട് അവരെ ടേക്ക് കെയർ ചെയ്തു എന്നൊരു തോന്നല് പേഷ്യൻസിനെ ഉണ്ടാക്കുകയും അതിലൂടെ അവരെ കുറച്ചുകൂടെ സാറ്റിസ്ഫൈ ആവുകയും അവരുടെ മുഖത്ത് ആ ഒരു സന്തോഷം ഒരു ചിരി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അവരുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? Yeah. Then dealing with upset customers. അതായത് അപ്സെറ്റ് ആയ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ് കുറച്ച് ടഫസ്റ്റ് ഒരു പാർട്ടാണല്ലേ. അത് ഫസ്റ്റ് എന്താണ് അവരെ കേൾക്കുക, ലിസൺ ഫസ്റ്റ് ആൻഡ് ദെൻ ഓഫർ സൊല്യൂഷൻ. ആദ്യം അവർ പറയുന്നത് നമ്മൾ സമാധാനത്തോടെ ഇരുന്ന് കേൾക്കുക. കാരണം അവരാദ്യമായിട്ടാവുന്നതാണ് അല്ലെ. ആസ് എ കസ്റ്റമർ ആസ് എ പേഴ്സൺ എന്ന് പറയുന്ന ഒരു കുറച്ചൊരു അപ്സെറ്റ് ആണെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ മോശമാക്കുകയല്ല ചെയ്യേണ്ടത്, പകരം നമ്മളത് ക്ഷമയോടെ തന്നെ അവർ പറയുന്നത് കേൾക്കുകയും ചെയ്യുക. അതിനനുസരിച്ച് അവർക്ക് സൊല്യൂഷൻ പറഞ്ഞു അല്ലെ. Then second point എന്ന് പറയുന്നത് if you can solve the problem as your supervisor or superior to solve the problem offer alternatives. അതായത് നമുക്കത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലം അല്ല എങ്കിൽ അല്ലെ, നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രോബ്ലം അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മള് അവരോട് എന്താണ് സൂപ്പർവൈസറിനോടോ അല്ലെങ്കിൽ നമ്മുടെ സുപ്പീരിയർ ഓഫീസറിനോടോ ആ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് നമ്മളൊന്ന് പറയാം അല്ലെ. അവരോട് നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാലോ അല്ലെ, ഹെൽപ്പ് ചോദിക്കാം. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നമുക്ക് ഒപ്പീനിയൻ ചോദിക്കാം അല്ലെങ്കിൽ അവരുടെ പ്രശ്നം സോൾവ് ചെയ്യാനും പറയാം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിനെ അതായത് അപ്സെറ്റ് ആയ കസ്റ്റമേഴ്സിനെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ പോയിന്റ്സ് എല്ലാം മാക്സിമം മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് നിങ്ങൾ മോക്ക് ടെസ്റ്റ് കൺസിഡർ ചെയ്തല്ലോ, എങ്ങനെയുണ്ടായിരുന്നു, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് വരുമ്പോ നിങ്ങൾ പഠിച്ച ഓപ്ഷൻ അതിലുണ്ടോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് മാക്സിമം മനസ്സിലാക്കിയാണെങ്കിൽ പോലും പഠിക്കുക കേട്ടോ. വയനാട്ട് ചെയ്യാൻ ഞാൻ പറയുന്നില്ല, മനസ്സിലാക്കി പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നന്നായിട്ട് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ്ലി വായിക്കാൻ നോക്കാം. ഓക്കെ, ഇപ്പൊ ഒരു ടീച്ചർ എടുക്കുന്ന ക്ലാസ് നമുക്ക് ചിലപ്പോ പെട്ടെന്ന് എല്ലാവർക്കും ഇപ്പൊ ഞാൻ എടുക്കുന്ന ക്ലാസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല അല്ലെ. എല്ലാവരുടെ വേ ഓഫ് ലേണിംഗ് ഡിഫറെന്റ് ആയിരിക്കും. വേ ഓഫ് ടീച്ചിങ് ആണെങ്കിൽ വേ ഓഫ് ലേണിംഗ് ആണെങ്കിൽ ഡിഫറെന്റ് ആയിരിക്കും. സോ നിങ്ങൾ നിങ്ങളുടെ പറ്റുന്ന രീതിയിൽ മാക്സിമം നന്നായിട്ട് വായിച്ചു നോക്കാം. പിന്നെ ഇത് ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ എല്ലാ ടീച്ചേഴ്സും ക്ലാസ് എടുക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻക്ലൂഡിങ് മീ. ഓക്കെ, സോ അപ്പോ ടീച്ചേഴ്സ് ക്ലാസ് എടുത്തതിനു ശേഷം നിങ്ങൾ അങ്ങനെ തന്നെ ടെക്സ്റ്റ് ആണെങ്കിൽ അടച്ചു വെച്ച് പോയിട്ട് കാര്യമില്ല. ക്ലാസ് എടുത്തതിനു ശേഷം നിങ്ങൾ തന്നെ അത് വായിച്ചു നോക്കാം. മാക്സിമം നിങ്ങൾ തന്നെ വായിച്ചു നോക്കാം. അപ്പൊ ടീച്ചേഴ്സിന്റെ ക്ലാസ്സും നിങ്ങൾ വായിക്കുമ്പോഴും നിങ്ങൾക്ക് രണ്ടും കുറച്ചുകൂടി ക്ലിയർ ആകുകയുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കുറച്ചുകൂടി കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ യു ക്യാൻ സെർച്ച് ഇൻ ഗൂഗിൾ ഓർ യൂട്യൂബ്. ഓക്കെ, ഈ ടോപ്പിക് വെച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യാം. അങ്ങനെയും പഠിക്കാം കേട്ടോ. എപ്പോഴും ടീച്ചേഴ്സിനെ മാത്രം ഡിപെൻഡ് ചെയ്യാൻ പാടില്ല. അത് ആദ്യം മനസ്സിലാക്കാം. കാലം മാറി അല്ലെ. നമ്മുടെ ഇപ്പോ ഒരുപാട് ഡൗട്ട്സ് നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് തന്നെ അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഫിംഗർ ടിപ്പിൽ തന്നെ നമുക്ക് സൊല്യൂഷൻ ഉണ്ട്, നമുക്ക് സെർച്ച് ചെയ്യാം അല്ലെ. എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മാക്സിമം നിങ്ങളുടേതായ രീതിയിൽ തന്നെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് റെഫർ ചെയ്യുമ്പോൾ ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിലാണ് കുറച്ചുകൂടി ഇൻഫർമേഷൻസ് ആണെങ്കിൽ കുറച്ചുകൂടി അറിവുകളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ ഞങ്ങൾക്ക് ആസ് എ ടീച്ചർ എന്ന് പറയും എല്ലാ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം പോർഷൻസ് നമുക്ക് പറയുന്ന ആ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ ഭാഗത്തുകൂടെ ഹാർഡ് വർക്ക് ചെയ്യുക, റെഫർ ചെയ്യുക. ഓക്കെ, രണ്ടും കൂടി ആകുമ്പോഴാണ് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ യു നെവർ ഡിപെൻഡ്സ് എനിവൺ. അതാദ്യം മനസ്സിലാക്കാൻ നമ്മൾ ആരെയും ഡിപെൻഡ് ചെയ്യാൻ പാടില്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ സ്വയം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെയും പഠിക്കണം കേട്ടോ. ടീച്ചർക്ക് ക്ലാസ് എടുക്കാൻ മടി കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ മടി കൊണ്ടോ ഒന്നും അല്ല പറയുന്നത്. നമുക്ക് ഇത് ഓൺലൈൻ ആണ്, ക്ലാസ് ആണ്, 1 hour ടൈമേ ഉള്ളൂ. നമുക്ക് ഒരുപാട് ലിമിറ്റ്സ് ഉണ്ട്. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാനും കേട്ടോ. ഇതാണ് നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു. അപ്പൊ 6th month കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. ഞങ്ങൾക്ക് കുറച്ചൊക്കെ പറഞ്ഞു തരാനും പറ്റും. ഓക്കെ, പിന്നെ ഓരോ വേർഡ്സിന്റെ മീനിങ് ചോദിക്കുന്നത് ഏറ്റവും ബെറ്റർ നിങ്ങൾ തന്നെ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാൻ നോക്കാം. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ മറക്കില്ല. ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ചോദിച്ചു, ഞാനത് പറഞ്ഞു, അത് ഇവിടെ തീർന്നു.
നിങ്ങളത് ഓർത്തിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ നിങ്ങൾ തന്നെ പഠിക്കുമ്പോൾ ഒരിക്കലും നിങ്ങളത് മറക്കില്ല. പഠിക്കുന്ന കൂട്ടത്തിൽ ഒരു നോട്ട്ബുക്ക് എടുത്ത് നോട്ട് ചെയ്ത് കൂടെ വെക്കാം കേട്ടോ. അങ്ങനെയും നമുക്ക് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനും പറ്റും. ആസ് എ സബ്ജക്റ്റ് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, ഞാനിപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, റിജക്ട് ചെയ്യാം. ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ലതിന് വേണ്ടി തന്നെയാണ് നമ്മളെല്ലാം പറയുന്നത്. ഓക്കെ, ഓക്കെ ആണല്ലോ? ക്ലിയർ ആയോ? ഇനി മിസ്റ്റേക്സ് ഞങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്, ഇത് പോയിന്റ് ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു എങ്കിൽ എന്നോട് തന്നെ നിങ്ങൾക്ക് ഫേസ് ടു ഫേസ് നോക്കി സംസാരിക്കാം. എനിക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യും, നമ്മളത് കറക്റ്റ് ചെയ്യും. ഓക്കെ, സോ യു ക്യാൻ സേ എനിത്തിങ് ടു മീ. ഓക്കെ, സോ ലെറ്റ്സ് മൂവിങ് ഓൺ അവർ പോർഷൻ. ആൻഡ് ഇതുവരെ എടുത്ത പോർഷൻസ് എല്ലാം നോക്കിയാണല്ലോ, ക്ലിയർ ആണല്ലോ? Okay. Then next one, role of healthcare resource desk. Okay, healthcare resource desk ന്റെ എന്തൊക്കെയാണ് റോൾസ് എന്നുള്ളത് നോക്കാം ട്ടോ. Just wait. ഓക്കെ, അപ്പൊ റോൾ എന്താണ്? റിസോഴ്സ് ഡെസ്കിന്റെ റോൾ എന്താണ്? റിസോഴ്സ് ഡെസ്ക് എന്ന് പറയുമ്പോൾ ഹെൽപ്പ് ചെയ്യാനിരിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് ആണെന്നും പറയാം, സർവീസ് ഡെസ്ക് ആണെന്നും പറയാം. ഹെൽപ്പ് ചെയ്യാനിരിക്കുന്ന കുറച്ച് ആൾക്കാരാണ്, അപ്പൊ ഹെൽപ്പ് ഡെസ്ക് ആണെന്ന് പറയും. നമുക്കറിയാം ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവര് റോൾ എന്തൊക്കെയാണ്? ആസ് എ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ അവരുടെ റോൾ എന്താണ്? ഓക്കെ, greet the caller with a positive approaching attitude. ഓക്കെ, അതായത് വിളിക്കുന്ന ആളോട് നമ്മൾ യൂറിസ് വരുന്ന ഹെൽപ്പ് ഡെസ്കിൽ വരുന്നത് എന്താണ്? നമ്മള് കോൾ ചെയ്യും അല്ലെ. സോ കോൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യാം? ഗ്രീറ്റ് ചെയ്യണം. ആസ് എ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ വേണം, ഒരു ഗ്രീറ്റ് ചെയ്യാൻ വേണം. ഓക്കെ, then respond instantly to their queries. അവർ ചോദിക്കുന്ന ഡൗട്ട്സിനും എൻക്വയറീസിനും നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുക. ഒരിക്കലും ലാഗ് വരുത്താൻ പാടില്ല. പെട്ടെന്ന് തന്നെ ഒരു ഒട്ടും, കാരണം ഒരു അത്യാവശ്യം നമ്മൾ വിളിക്കുന്നതാണ്. ഇപ്പൊ എല്ലാ ഓർഗനൈസേഷനിലും ഈ പറയുന്ന ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് അല്ലെ. എല്ലാ ഓർഗനൈസേഷനും ഉണ്ട്. സോ നമ്മൾ വിളിക്കുന്ന, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ആരെയാണ്? ഈ ഹെൽപ്പ് ഡെസ്കിനെയാണ്. അപ്പൊ അവർ നമ്മൾ എന്താ ചെയ്യാം? അവർ നമ്മൾ ഗ്രീറ്റ് ചെയ്യും. ഫസ്റ്റ് അങ്ങനെയാണല്ലോ, നമ്മളിത് കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രീറ്റ് ചെയ്യും. ഗുഡ് മോർണിംഗ് അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ഒരു പോസിറ്റീവ് അപ്രോച്ചിലായി നമ്മൾ അവരെ ഗ്രീറ്റ് ചെയ്യുക. സോ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ അവർ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് റെസ്പോണ്ട് ചെയ്യുക അല്ലെ. പെട്ടെന്ന് തന്നെയാണ്, അല്ലാതെ ജസ്റ്റ് 8 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരിക്കലും പോകാൻ പാടില്ല. അതുകൊണ്ട് പറയുന്നത് റെസ്പോണ്ട് ചെയ്യുക, ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുക. Then know the number of departments of the hospital. ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ്സിന്റെ എത്ര ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഹോസ്പിറ്റലിൽ എന്നുള്ള അറിവും അതിനെക്കുറിച്ചുള്ള ധാരണയും എന്താണ് ഈ പറയുന്ന റിസോഴ്സ് ഡെസ്കിന് ആവശ്യമാണ്, അറിഞ്ഞിരിക്കണം. ഓക്കെ, then have a list of doctors and employees along with their numbers. ഇപ്പോ ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കണം, ഡോക്ടേഴ്സിന്റെ ആണെങ്കിലും എംപ്ലോയീസിന്റെ ആണെങ്കിലും അവരുടെ ഒരു അത്യാവശ്യം എത്ര ഡോക്ടേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നില്ല, എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനൊരു ഏകദേശം ഒരു ഐഡിയ, ഒരു ലിസ്റ്റ് എന്നാണ് പറയുന്ന ഈ ഡെസ്കില്, റിസോഴ്സ് ഡെസ്കിൽ ഉണ്ടായിരിക്കണം. Then should never be haughty while receiving a call. അതായത് നമ്മൾ ഹോട്ടി ഇവിടെ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടെ റൂഡായിട്ട് മിസ്ബിഹേവ് ചെയ്യാൻ പാടില്ല. ഒരു പൊളൈറ്റ് ആയിട്ടും കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ മാക്സിമം അപ്രോച്ച് ചെയ്യുക. വിത്ത് റെസ്പെക്റ്റോട് കൂടി തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യുക. ഒരു കോള് നമ്മൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും മിസ്ബിഹേവ് ചെയ്യാൻ പാടില്ല, കുറച്ചുകൂടെ റൂഡ് ആക്കാൻ പാടില്ല എന്നാ പറയുന്നത് കേട്ടോ. Should never be haughty while receiving a call. ഒരു കോള് വരുമ്പോ അല്ലെങ്കിൽ ഒരു എൻക്വയറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോ ഒരിക്കലും നമ്മൾ അവിടെ റൂഡ് ആകാൻ പാടില്ല. ഓക്കെ, then optimizes patient satisfaction, provides a time and treatment room utilization by scheduling appointments in person or by telephone. അതായത് പേഷ്യൻസിന് ഇപ്പോ എന്തെങ്കിലും
തരത്തിലുള്ള എന്തെങ്കിലും ഒരു കോള് വന്നു വിചാരിക്കും, എന്തെങ്കിലും തരത്തിലുള്ള ക്വയറീസ് വന്നു. അപ്പൊ എന്താ ചെയ്യണ്ടേ പറയുന്ന ഹെൽപ്പ് ഡെസ്ക് ചെയ്യേണ്ടത്? സ്കെഡ്യൂൾ ചെയ്യുക അല്ലെ, പേഴ്സൺസിന്റെ അപ്പോയിന്റ്മെന്റ് സ്കെഡ്യൂൾ ചെയ്യുക, അതുപോലെ ട്രീറ്റ്മെന്റ് റൂമിനെ കുറിച്ച് നോക്കാം, പിന്നെ അവർക്ക് ടൈം, പിന്നെ അവരുടെ ഒരു പേഷ്യന്റ് കോൾ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചൊരു സാറ്റിസ്ഫൈ ചെയ്യണം. അതുപോലെ തന്നെ അവർക്ക് ടൈം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, ഏത് ടൈമിൽ വരണം, അപ്പോയിന്റ്മെന്റ് ഒക്കെ സ്കെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. എന്തിലൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നത്? ബൈ ഫോൺ അല്ലെ, ബൈ ടെലിഫോണിലൂടെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഈ പറയുന്ന റിസോഴ്സ് ഡെസ്ക് അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് ചെയ്യേണ്ട കുറച്ച് റോൾ എന്ന് പറയുന്നത്. അവരുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ റോൾ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. സോ നന്നായിട്ട് പോയിന്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്. ചെക്ക് ഡെസ്ക് ആണ്, മറ്റേത് ഹെൽപ്പ് ഡെസ്ക് ആണ്, ചെക്ക് ഡെസ്ക് ആണ് കേട്ടോ. എന്താ ചെയ്യേണ്ടത്? അവരുടെ റോൾ എന്തൊക്കെയാണ്? പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമേഴ്സിന്, അതായത് പേഷ്യൻസിനെ, ഗസ്റ്റിനെ, കസ്റ്റമേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക. അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക, അസിസ്റ്റ് ചെയ്ത് കൊടുക്കുക. Then handling corporate walk-in coverage. ഹാൻഡിൽ ചെയ്യുക എൻക്വയറീസിനെ, കോർപ്പറേറ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ കോർപ്പറേഷൻ ആയിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യുക. Then appointment and scheduling of health checkup. അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ ഹെൽത്ത് ചെക്കപ്പ് എന്തെങ്കിലും അത് അപ്പോയിന്റ്മെന്റ് എടുക്കുക, അത് സ്കെഡ്യൂൾ ചെയ്യേണ്ടത് ഈ പറയുന്ന ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെ റോളാണ്. Then coordinating with the concerned department. Concerned കുറച്ചുകൂടെ എന്താണ്, ഏത് പർട്ടിക്കുലർ ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് നമുക്ക് കോൺടാക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പേഴ്സണലി ഏതെങ്കിലും ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവുമല്ലോ അല്ലെ, ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. സോ നമ്മൾ ഇഷ്യൂ വിളിക്കുന്ന ഡിപ്പാർട്ട്മെന്റിലായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക, അത് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്യേണ്ടത് എന്താണ്? ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെ റോള് കൂടിയാണ്. ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്. അതായത് എല്ലാ ഹെൽത്ത് ചെക്കപ്പും കഴിഞ്ഞതിന് ശേഷം ഒരു റിപ്പോർട്ട്സ് ഉണ്ടല്ലോ, അത് ഡിസ്പാച്ച് ചെയ്യേണ്ടത്, അയച്ചു കൊടുക്കേണ്ടത്. ഡിസ്പാച്ച് ചെയ്യുന്ന പറയുന്നത് അയച്ചു കൊടുക്കുക അല്ലെ. അപ്പൊ അയച്ചു കൊടുക്കേണ്ടത് ഈ പറയുന്ന ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെ റോൾസ് ആണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന എല്ലാ പോയിന്റ്സ് ഒക്കെ നോക്കി വെക്കാം കേട്ടോ, പഠിച്ചു വെക്കുക. ഇപ്പൊ ചോദിക്കാം റിസോഴ്സ് ഡെസ്കിന്റെ ഏതാണ് റോൾ എന്ന് പറയുന്നത്. Health care in the healthcare system, which is the most important role of resource desk. Resource desk in the important role ഏതാണ്, one of the important role ഏതാണ് എന്ന് ചോദിച്ച് ചിലപ്പോൾ ചോദ്യം വരാം. അപ്പൊ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും തരാം, ബാക്കി ഏതെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. 3 ഓപ്ഷൻസ് മിസ്റ്റേക്കും തന്നിരിക്കുന്നത് ഒരു ആൻസർ ഇതിലുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആകുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന എല്ലാ പോയിന്റും അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ അല്ലെ സെലക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പോയിന്റ്സ് എല്ലാം മാക്സിമം മനസ്സിലാക്കി പഠിക്കുക. റിസോഴ്സ് ഡെസ്കിന്റെ റോളും അതുപോലെ തന്നെ ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെ റോളും മാറിപ്പോയത്. ഇത് റിസോഴ്സ് ഡെസ്ക് ആണ്, ഇത് ഹെൽത്ത് ചെക്ക് ഡെസ്ക് ആണ്. അപ്പൊ രണ്ടിന്റെ റോള് രണ്ടാണ്. സോ മാക്സിമം പോയിന്റ് ഔട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, then report dispatch desk. ഓക്കെ, ഇപ്പൊ 3 ഡെസ്ക് പഠിച്ചു. ഏതൊക്കെയാണ്? റിസോഴ്സ് ഡെസ്ക്, ഹെൽത്ത് ചെക്ക് ഡെസ്ക്, റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. റിപ്പോർട്ട്സിനെ ഡിസ്പാച്ച് ചെയ്യുന്ന ഡെസ്ക് ആണ് കേട്ടോ. അപ്പോ അവരുടെ റോൾ എന്താണ്? സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്സിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് എന്ത് ഈ പറയുന്ന ഡിസ്പാച്ച് ഡെസ്കിന്റെ വൺ ഓഫ് ദ ഡ്യൂട്ടി എന്ന് പറയുന്നത്. Then provides reports on time to the client. അതായത് കറക്റ്റ് സമയത്തിന് ക്ലയന്റിന് റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, അതും ഈ പറയുന്ന ഈ ഡെസ്കിന്റെ ഡ്യൂട്ടിയാണ്. Then maintaining a record of the reports received and handover. Maintaining a record of the reports received and handover. അതായത് വന്നിരിക്കുന്ന റിപ്പോർട്ട്സിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും മീൻസ് ഹാൻഡിൽ ചെയ്യുന്നതും ആ റിപ്പോർട്ട് റിസീവ് ചെയ്യുന്നതും ഹാൻഡ് ഓവർ ചെയ്യുന്നത് ആരാണ്? പറയുന്ന ഡിസ്പാച്ച് ഡെസ്ക് ആണ്. ഓക്കെ, മെയിൻറ്റെയിൻ ചെയ്ത റിപ്പോർട്ട്സിനെ റിസീവ് ചെയ്യുന്നതും ഹാൻഡ് ഓവർ ചെയ്യുന്നതും ഈ പറയുന്ന ഡെസ്ക് ആണ്. ഓക്കെ, ക്ലിയർ? ദെൻ ടൈമിംഗ് ആണ് കേട്ടോ. ടൈമിംഗ് എങ്ങനെയാണ്? ഇപ്പോ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ ടൈമിംഗ് എങ്ങനെയാണ്? The front office provides patients care around
ക്ലോക്ക് 24 hours. എന്തായാലും 24 hours വർക്കിംഗ് ആണ് അല്ലെ. ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് 24 hours വർക്കിംഗ് ആണെങ്കിലും അവിടെ സ്റ്റാഫിന്റെ ഡ്യൂട്ടീസ് എങ്ങനെയാണ്? ഷിഫ്റ്റ് ആണ്. എത്ര ഷിഫ്റ്റ് ആണ്? സ്റ്റാഫ് വർക്ക്സ് ഇൻ 3 ഷിഫ്റ്റ്. 3 ഷിഫ്റ്റ് ആണുള്ളത് കേട്ടോ. ഓക്കെ, 3 ഷിഫ്റ്റ് ആണ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിനുള്ളത്. പക്ഷേ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് 24 hours എന്താണ് വർക്കിംഗ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണ്? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? വെരി ഗുഡ്. അപ്പൊ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാവോ? ഇതുവരെ പറഞ്ഞത് ഒന്ന് വായിച്ചു നോക്കണേ. ഓക്കെ, കഴിഞ്ഞു. എല്ലാവരും വായിച്ചു കഴിഞ്ഞു. അപ്പൊ ക്ലിയർ ആണല്ലോ? മനസ്സിലായോ? എന്റെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണ്. വെരി ഗുഡ്. So moving on the next portion. Hospital front desk executive or hospital receptionist. എന്താണ് അവിടെ പ്ലാൻ? ഇവിടെ എന്ന് പറയുന്നത് എന്താണെന്നാണ് ശ്രദ്ധിച്ചിരിക്കുക. A hospital front office executive is a person who works in the hospital front office and manage various tasks. അതായത് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ പേഴ്സൺ ആണ്. വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? എന്താ ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റലിൽ ഫ്രണ്ട് ഓഫീസിലാണ്. അത് ഒരുപാട് ടാസ്ക് അല്ലെ, ഒരുപാട് കൈൻഡ് ഓഫ് ടാസ്ക് മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. Then a hospital front office executive is a person who works in the hospital front office and manage various tasks. He or she is responsible for basic clerical tasks such as answering phones, greeting patients and visitors, and scheduling appointments in a professional and timely manner. അതായത് he or she ആരെങ്കിലും ആവട്ടെ, അവര് റെസ്പോൺസിബിൾ ആയിരിക്കണം. എന്താണ്? കുറച്ച് ക്ലറിക്കൽ ടാസ്ക്. അതെതൊക്കെയാണ് ക്ലറിക്കൽ ടാസ്ക് എന്ന് പറയുമ്പോൾ? എന്തൊക്കെയാണ്? ആൻസറിങ് ഫോൺ കോൾസ്, ഫോൺസ് വരുമ്പോൾ കോൾസ് വരുമ്പോൾ ആൻസർ ചെയ്യുക,
പേഷ്യൻസിനെ എന്താണ് ഗ്രീറ്റ് ചെയ്യുക, പേഷ്യൻസിനെയോ അല്ലെങ്കിൽ വിസിറ്റേഴ്സിനെയൊക്കെ ഗ്രീറ്റ് ചെയ്യുക. ദെൻ അവരെ അപ്പോയിന്റ്മെന്റ്സ് എന്താ സ്കെഡ്യൂൾ ചെയ്യുക, കറക്റ്റ് ടൈമിൽ ഇതെല്ലാം സ്കെഡ്യൂൾ ചെയ്യുക, ആൻസർ ചെയ്യുക, ഗ്രീറ്റ് ചെയ്യുക. ഇതെല്ലാം ചെയ്യേണ്ടത് ആരാണ്? ഇതെല്ലാം ആരുടെ റെസ്പോൺസിബിൾ ആണ്? ഈ പറയുന്ന ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിൾ ആണ്. Most medical receptionists work in a physician's office, dentist office, hospital or another medical facility. ഈ പറയുന്ന മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് അല്ലെ, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വർക്ക് ചെയ്യുന്ന എവിടെയൊക്കെയാണ്? എന്തായാലും മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർഗനൈസേഷനിലായിരിക്കും ഈ പറയുന്ന മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വർക്ക് ചെയ്യുക അല്ലെ. എവിടെയൊക്കെയാണ്? ഫിസിഷ്യന്റെ ഓഫീസിലോ അല്ലെങ്കിൽ ഡെന്റിസ്റ്റിന്റെ ഓഫീസിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലില് അല്ലെങ്കിൽ എവിടെയാണ്? ഏതെങ്കിലും മെഡിക്കൽ ഫെസിലിറ്റീസിലായിരിക്കും അവര് ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വർക്ക് ചെയ്യും. In smaller offices, medical receptionists will be responsible for both administrative and clinical duties. അതായത് ഒരു സ്മോൾ ഓഫീസിൽ ഈ പറയുന്ന ചിലപ്പോൾ ക്ലിനിക്കോ അതൊക്കെ എന്താണ് ഒരു ചെറിയൊരു ഓർഗനൈസേഷൻ, ഒരു ചെറിയൊരു സ്ഥാപനമായിരിക്കും അല്ലെങ്കിൽ. സോ അവിടെയൊക്കെ ഒരു റിസപ്ഷനിസ്റ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഫ്രണ്ട് ഓഫീസിലെ മാത്രം ഡ്യൂട്ടീസ് ആയിരിക്കില്ല ചെയ്യേണ്ടത് അല്ലെ. അവര് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യം നോക്കേണ്ടി വരും, ചിലപ്പോൾ ക്ലിനിക്കലി എന്തെങ്കിലും ഡ്യൂട്ടീസും ചെയ്യേണ്ടി വരും. ഓക്കെ. In large offices, they may only be responsible for administrative or clerical duties. ഇപ്പോ ഈ പറയുന്ന ലാർജ് ഓഫീസിലാണ്, അത്യാവശ്യം വലിയൊരു ഓഫീസിലേക്കാണെങ്കിൽ ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ ഈ പറയുന്ന റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്താ ചെയ്യാ? അഡ്മിനിസ്ട്രേറ്റീവ് കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന ക്ലറിക്കൽ ഡ്യൂട്ടീസ്, ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യുക, ഈ പറയുന്ന ഗ്രീറ്റ് ചെയ്യുക, അതായത് ആ ഫ്രണ്ട് ഓഫീസിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയാകും. പക്ഷെ ഒരു ചെറിയൊരു സ്ഥാപനത്തിലാകുമ്പോൾ അവരെ ഫ്രണ്ട് ഓഫീസിലെ കാര്യങ്ങൾ നോക്കേണ്ടി വരും, അല്ലാതെ ക്ലിനിക്കൽ ഡ്യൂട്ടീസ് ചിലപ്പോൾ അവർക്ക് ചെയ്യേണ്ടതായി വന്നേക്കാം. The position is referred to as a medical office assistant, medical office assistant, medical assistant, receptionist or healthcare administrative professional. അപ്പോ the profession is referred to as എന്തൊരു പ്രൊഫഷൻ ആയിക്കോട്ടെ കേട്ടോ. അവർ പറയുന്ന മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണെന്ന് തന്നെ ചെയ്യാം അല്ലെ, മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ് ആകാം, മെഡിക്കൽ അസിസ്റ്റന്റ് ആകാം, അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് ആകാം, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ ആകാം. ഏതെങ്കിലും എംപ്ലോയീസ് ആണെങ്കിൽ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഇതിനൊക്കെ തന്നെയാണ്. ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ പാരഗ്രാഫ് ഓക്കെ ആണോ? എന്താണ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നതും അവരുടെ ഡ്യൂട്ടീസ് എന്താണെന്നും അവർ എന്തൊക്കെ റെസ്പോൺസിബിൾ ആണ് ചെയ്യേണ്ടതും അവർക്ക് എന്തൊക്കെ റെസ്പോൺസിബിൾ ആണ് ഉള്ളത്, പിന്നെ സ്മോൾ ഓർഗനൈസേഷൻ അവർ എന്തൊക്കെ ചെയ്യണം, ലാർജ് ഓർഗനൈസേഷൻ അവർ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെയാണ് ഈ പറയുന്ന പാരഗ്രാഫിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. Is it clear? No. Clear. Yeah, very good. Then main job duties and responsibility. ഈ പറയുന്ന ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഏതൊക്കെയാണ്? The first one, welcomes and greets all patients and visitors personally or over the phone. വെൽക്കം ചെയ്യുക, ഗ്രീറ്റ് ചെയ്യുക, പേഷ്യൻസിനെയും അല്ലെങ്കിൽ വിസിറ്റേഴ്സിനെയും പേഴ്സണലി അല്ലാതെ ഫോൺ കോളിലൂടെയും നമ്മൾ ഗ്രീറ്റ് ചെയ്യുക. നേരിട്ടോ അല്ലാതെയോ ഫോൺ കോളിലൂടെയോ നമ്മൾ വെൽക്കം ചെയ്യുക, ഗ്രീറ്റ് ചെയ്യുക. ആരൊക്കെയാണ്? പേഷ്യൻസിനെ അല്ലെങ്കിൽ വിസിറ്റേഴ്സിനെ. Then the second one, the receptionist, even if you can't verbally greet the patient, getting eye contact with them, let them know you are aware of their presence and will get to them as soon as possible. അതായത് ഇപ്പോൾ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് അവിടെ വന്ന് നിൽക്കുന്നുണ്ടെന്ന് വിചാരിച്ചു, ഒരുപാട് ക്രൗഡാണ്, അത്യാവശ്യം ക്രൗഡാണ്, പക്ഷെ നമുക്ക് ഈ ക്രൗഡിനിടയിൽ ഒരു പേഷ്യന്റ് നമുക്ക് ഗ്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഐ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്, ഞാൻ നിങ്ങളായിട്ട് നിങ്ങളുടെ പ്രസൻസിൽ ഞാൻ അവെയർ ആണ്, പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളായിട്ട് കണക്ട് ചെയ്യാം, വിൽ ഗെറ്റ് ടു ദം ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് ഒരു ഐ കോണ്ടാക്ടിലൂടെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. മനസ്സിലായോ? പേഴ്സണലി അവരെ വേർബലി നമുക്ക് അവരോട് ഗ്രീറ്റ് ചെയ്യാൻ പറ്റിയില്ല, നേരിട്ട് അവരുടെ ഗ്രീറ്റിംഗ് പറയാൻ പറ്റിയില്ല എങ്കിൽ ഐ കോണ്ടാക്ടിലൂടെ അവരുടെ പ്രസൻസിൽ ഞാൻ അവെയർ ആണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് തന്നെ നിങ്ങളെ കണക്ട് ചെയ്യാമെന്ന് അവർക്ക് നമ്മുടെ ഐ കോണ്ടാക്ടിലൂടെ മനസ്സിലാക്കി കൊടുക്കാം. Then respond to inquiries by patients, prospective patients and visitors in a courteous manner. Respond ചെയ്യുക പേഷ്യൻസിന്റെയോ അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള പേഷ്യൻ, പ്രോസ്പെക്റ്റീവ് പേഷ്യൻ മീൻസ് വരാൻ സാധ്യതയുള്ള പേഷ്യന്റ് എന്നാണ് കേട്ടോ. പേഷ്യന്റിനെയോ അല്ലെങ്കിൽ വിസിറ്റേഴ്സിനെയോ നമ്മൾ എന്താണ് റെസ്പോണ്ട് ചെയ്യുക അല്ലെ, മര്യാദയോടുകൂടി
റെസ്പോണ്ട് ചെയ്യാം. കോർഷ്യസ് മാനർ മീൻസ് മര്യാദ എന്നർത്ഥം. അപ്പൊ നല്ലൊരു ബിഹേവിയറോട് കൂടി നമ്മളവരെ എൻക്വയറീസിന് റെസ്പോണ്ട് ചെയ്യും. Then register new patients according to established protocols. New patients ne നമ്മൾ എന്താണ് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഈ പറയുന്ന ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആണ്. അവിടുത്തെ പ്രോട്ടോകോൾസിനെ ബേസ് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യും. Okay. Then register new patients and update existing patients demographics by collecting detailed patient information that includes personal and financial information. New patients ne register ചെയ്യുക. അത് മാത്രമല്ല ഇപ്പൊ നിലവിലുള്ള പേഷ്യൻസിന്റെ അവരുടെ ഡീറ്റെയിൽസ് ആണെങ്കിലും പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് ആണെങ്കിലും ഇപ്പൊ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ആണെങ്കിലും എല്ലാം കളക്ട് ചെയ്യേണ്ടതും രജിസ്റ്റർ ചെയ്യേണ്ടതും ആരാണ്? ഈ പറയുന്ന ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആണ്. Assist the patients to complete all necessary forms and documentation including medical insurance. പേഷ്യൻസിനെ അസിസ്റ്റ് ചെയ്യാം. എന്തിനാണ്? അവരുടെ ഫോംസ് ഫിൽ ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് ഒക്കെ ഒന്ന് ഫിൽ ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസിനെ പറ്റിയുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസിനെ ബന്ധപ്പെട്ട ഫോംസോ അല്ലെങ്കിൽ അല്ലാതെ നോർമലി ഫോംസോ ഇതൊക്കെ ഫിൽ ചെയ്യാനും അവരൊന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് മാനേജ് ചെയ്യാനും അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനും നമ്മള് പേഷ്യന്റിനെ ഒന്ന് അസിസ്റ്റ് ചെയ്യും. അതായത് നമുക്ക് എന്തെങ്കിലും അവിടെ ഒരു ഫോം ഫിൽ ചെയ്യാൻ അറിയില്ല അല്ലെ, എന്തായാലും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഫോംസോ എന്തെങ്കിലും പേപ്പേഴ്സ് ഒക്കെ തരും നമുക്ക് അല്ലെ, എഴുതാനാണെങ്കിലൊക്കെ നമുക്ക് തരും. സോ ഇപ്പോ ഇൻഷുറൻസിനെ ബേസ് ചെയ്തിട്ടോ എന്തെങ്കിലും ആവട്ടെ എന്ത് തരത്തിലുള്ള പേപ്പേഴ്സ് ആണെങ്കിലും നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യും. സോ ആ ടൈമിൽ നമുക്കത് ഫിൽ ചെയ്യാനോ അതൊന്ന് പറഞ്ഞു തരാനോ നമുക്കത് അറിയില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മള് ആരെയാണ് അസിസ്റ്റ് ചെയ്യാം? നമ്മളെ ഹെൽപ്പ് ചോദിക്കുന്നത് എപ്പോഴും ഫ്രണ്ട് ഓഫീസിലായിരിക്കും. സോ അവർ ചെയ്യേണ്ടതാണ് അത് നമ്മൾ അസിസ്റ്റ് ചെയ്യണം, അതൊന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനും അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യണം. അത് ചെയ്യേണ്ടത് ഈ പറയുന്ന ഫ്രണ്ട് ഓഫീസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. Ensure patients to complete all necessary forms and the documentation including medical. Ensure ചെയ്യാം പേഷ്യൻസ് ഈ പറയുന്ന ഫോംസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യാം, ഉറപ്പുവരുത്താം. ഓക്കെ. Then ensure patients information is accurate including billing information. അതുപോലെ തന്നെയാണ് ബില്ലിംഗ് ഇൻഫർമേഷൻസിലും പറയുന്ന പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് എല്ലാം കറക്റ്റ് ആണ് എന്നും കൂടെ ഉറപ്പുവരുത്തേണ്ടത് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. Then inform patients of medical office procedures and policy. മെഡിക്കൽ ഓഫീസിലെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചും പോളിസിനെ കുറിച്ചിട്ടും പേഷ്യൻസിനോട് ഇൻഫോം ചെയ്യേണ്ടത് ആരാണ്? ഈ പറയുന്ന റിസപ്ഷനിസ്റ്റ് ആണ്. അതായത് അവര് മെഡിക്കൽസിലാണെങ്കിലോ ഹോസ്പിറ്റൽസിലാണെങ്കിൽ ഒരുപാട് പ്രൊസീജിയേഴ്സും പോളിസീസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പേഷ്യൻസിനോട് പറഞ്ഞു തരേണ്ടത് ഈ പറയുന്ന ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആണ്. Then maintain and manage patient records. Maintain ചെയ്യുക പേഷ്യൻസിന്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മാനേജ് ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസ് ആണ്. Move patients through appointments as scheduled. അതായത് പേഷ്യൻസിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, അപ്പോയിന്റ്മെന്റ്സ് എടുക്കുമല്ലോ, ആ അപ്പോയിന്റ്മെന്റ്സിനെ സ്കെഡ്യൂൾ ചെയ്യാം. സ്കെഡ്യൂൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടാകും അല്ലെ. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോ ഇങ്ങനെയാണ് അത് ഒരു രീതിയിൽ സ്കെഡ്യൂൾ ആണ് ചെയ്യുക. ഇന്ന ആള് കയറണം, ഫസ്റ്റ് അടുത്ത ആൾ ഇന്ന ആള് എന്നൊക്കെ പറഞ്ഞ് സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടാകും. സോ ആ രീതിയിൽ പേഷ്യൻസിനെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യിക്കേണ്ടത്, അതായത് നിങ്ങളാണ് അടുത്തത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. സോ അതെല്ലാം ചെയ്യേണ്ടത് ഈ പറയുന്ന ഫ്രണ്ട് ഓഫീസ് ആണ്. Then facilitate patient flow by notifying the provider the patient's arrival, being aware of delays and communicating with the patients and the clinical staff. ഇപ്പോ സപ്പോസ് ഒരുപാട് തിരക്കുകളൊക്കെ വരുന്ന സമയത്ത് പേഷ്യൻസ് ഫ്ലോ മീൻസ് തിരക്കുകളാണ് വരുന്ന സമയത്ത് പേഷ്യൻസിനോട് അത് നോട്ടീസ് ചെയ്യുക, കാരണം പറഞ്ഞു വയ്ക്കുക അല്ലെ, തിരക്കുണ്ടാവും, അതിനൊക്കെ അവർ കുറച്ചുകൂടെ അവർ കെയർ ചെയ്യുക. അതായത് എന്തെങ്കിലും ഡിലേസ് വന്നെങ്കിലോ അതൊക്കെ നമ്മളൊന്ന് അറിയിക്കുക, ഇൻഫോം ചെയ്യുക, അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പേഷ്യൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ക്ലിനിക്കൽ സ്റ്റാഫായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത് ഈ പറയുന്ന സ്റ്റാഫാണ്. Answer incoming calls and deal with the inquiries. Answer the phone while maintaining polite, consistent phone manner, using proper telephone etiquette. അതായത് ഫോൺ കോൾസ് വരുമ്പോൾ ആൻസർ ചെയ്യേണ്ടതും അറ്റൻഡ് ചെയ്യേണ്ടതും എൻക്വയറീസിനെ ഡീൽ ചെയ്യേണ്ടതും ഫ്രണ്ട് ഓഫീസ് ആണ്. അത് മാത്രമല്ല, അത് അറ്റൻഡ് ചെയ്യാൻ മാത്രമല്ല, എങ്ങനെയാണ് ചെയ്യേണ്ടത്? പൊളൈറ്റ് ആയിട്ട് നമ്മുടെ എന്താണ് കുറച്ചുകൂടെ നല്ല രീതിയിൽ അല്ലെ, കുറച്ചുകൂടെ മര്യാദയുടെ രീതിയിൽ പെരുമാറുകയും അത്യാവശ്യം ബഹുമാനത്തോടു കൂടിയും റെസ്പെക്റ്റോടു കൂടിയും പൊളൈറ്റ് ആയിട്ടും അത്
കോൾസ് അറ്റൻഡ് ചെയ്യുക എന്നതുകൂടിയും അവരുടെ ഡ്യൂട്ടിയാണ്. Then transfer calls are required. എന്തെങ്കിലും തരത്തിലുള്ള കോൾസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഹാൻഡിൽ ചെയ്യുന്നതും ആരാണ്? ഫ്രണ്ട് ഓഫീസാണ്. കാരണം നമ്മൾ വിളിക്കുന്നത് ഫ്രണ്ട് ഡെസ്കിലാണ്. ചില വരുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും, കോൾസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ചെയ്യേണ്ടതും ഇവരാണ്. കളക്ട് കോപ്പീസ് ആൻഡ് പേയ്മെന്റ് കളക്ട് ചെയ്യുക, അല്ലെ, ക്യാഷ് കളക്ട് ചെയ്യുന്നത് ഇവരാണ്. റിപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് റെക്കോർഡ്, അതായത് റിപ്പോർട്ട്സ് ഉണ്ടല്ലോ നമ്മുടെ സാമ്പത്തികപരമായ കാര്യങ്ങളും, അല്ലെ, സ്റ്റാറ്റിസ്റ്റിക്സ് വൈസ് ഉള്ള റിപ്പോർട്ട്സും എല്ലാം റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഹാൻഡിൽ ചെയ്യുന്നതും ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. സ്കെഡ്യൂൾ ഹോസ്പിറ്റൽ അഡ്മിഷൻസ്, ടെസ്റ്റ്, സ്കാൻ ആൻഡ് ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ് ഫോർ പേഷ്യൻസ്. സ്കെഡ്യൂൾ ചെയ്യാം, അല്ലെ, അഡ്മിഷനും അവരുടെ ടെസ്റ്റും സ്കാൻ ചെയ്യുന്ന അപ്പോയിന്റ്മെന്റ്സ് എല്ലാം പേഷ്യൻസിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്കെഡ്യൂൾ ചെയ്യും. Obtain external medical reports as required by medical professionals. Obtain external medical reports as required by medical professionals. Medical professionals എന്നുള്ള medical reports, അല്ലെ, പുറത്തുള്ള external reports എല്ലാം obtain ചെയ്ത് വെക്കുക, മീൻസ് കളക്ട് ചെയ്ത് വെക്കേണ്ടത് ഈ പറയുന്ന റിസപ്ഷനിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആണ് നമുക്ക് പറയാം. Okay. Then respond and comply to request for information. Respond ചെയ്യാം, പറയുന്ന ഇൻഫർമേഷൻസ് റിക്വസ്റ്റിനും അല്ലെങ്കിൽ ഇൻഫർമേഷനും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ. ആൻഡ് the next one, deal with the incoming and outgoing cost. വരുന്നതും പുറത്തോട്ട് പോകുന്നതുമായ എല്ലാ കോസ്റ്റും നമ്മൾ കുറച്ച് ഡീൽ ചെയ്യും. ഓക്കെ. Complete other clerical duties as assigned. Assign ചെയ്തിട്ടുള്ള അല്ലാതെ അസൈൻ ചെയ്ത് മീൻസ് ഇപ്പോ ഓൾറെഡി നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ടാകും, അല്ലെ. സോ ആ ഡ്യൂട്ടീസ്, അതായത് ക്ലറിക്കൽ ഡ്യൂട്ടീസ്, അസൈൻ ചെയ്ത ക്ലറിക്കൽ ഡ്യൂട്ടീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, കംപ്ലീറ്റ് ചെയ്യേണ്ടത് പറയുന്ന ഫ്രണ്ട് ഓഫീസ് ആണ്. അതായത് ഫ്രണ്ട് ഓഫീസിന് അല്ലാതെയും ക്ലറിക്കൽ ഡ്യൂട്ടീസ് ഉണ്ട്, അസൈൻ ചെയ്തിട്ടുള്ള കൊടുത്തിട്ടുള്ള കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്, അതെല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടത് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. Then maintain stock of forms and keep medical office supplies adequately stocked by expecting inventory needs, placing order and monitoring of its equipment. അതായത് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇപ്പോ പറയുന്ന ഇൻവെന്ററി നീഡ്സ് ആണെങ്കിൽ, ഇൻവെന്ററി മീൻസ് പറയുന്ന സിസ്റ്റത്തിൽ ചെയ്യേണ്ട കുറെ കാര്യങ്ങളും, അല്ലെ, ഓഫീസേഴ്സിന്റെ സപ്ലൈസും പറയുന്ന ഫോംസ്, സ്റ്റോക്കിന്റെ ഫോംസ് ആണെങ്കിലും, പിന്നെ പറയുന്ന ഇൻവെന്ററീസും അല്ലെങ്കിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ട കാര്യങ്ങളും മോണിറ്റർ ചെയ്യേണ്ട കാര്യങ്ങളും, ഇതെല്ലാം സിസ്റ്റത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് പറയുന്ന സ്റ്റാഫാണ്. Ensure that reception area is well maintained, neat and clean. Reception area ക്ലീൻ ആക്കി വെക്കുന്നത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. ഉറപ്പുവരുത്തുക, അല്ലെ, ക്ലീൻ ആണോ, നീറ്റ് ആണോ, മെയിൻറ്റെയിൻഡ് ആണെന്ന് എൻഷുർ ചെയ്യേണ്ടത് ഈ പറയുന്ന റിസപ്ഷനിസ്റ്റ് ആണ്. Safeguard patient privacy and confidentially protect patient confidentially, making sure that protected health information is secured by not leaving PHI in plain sight and logging off the computer before leaving it unattended. അതായത് ഈ പറയുന്ന പേഷ്യൻസിന്റെ സേഫ് ഗാർഡ് പേഷ്യന്റ് പ്രൈവസി, പേഷ്യൻസിന് പേഷ്യൻസിന് എല്ലാ റിപ്പോർട്ട്സും നമ്മൾ കീപ്പ് ചെയ്യുന്നത് എവിടെയാണ്? സിസ്റ്റത്തിലാണ്, അല്ലെ, കമ്പ്യൂട്ടറിലാണ്. സോ അതിന്റെ അറിയാനും പ്രൈവസിയും ഈ പറയുന്ന എല്ലാം അവരുടെ ഹെൽത്ത് ഇൻഫർമേഷൻസ് പ്രൊട്ടക്റ്റഡ് ആണെന്നും സെക്യൂർഡ് ആണെന്നും ഇപ്പോ ആ സിസ്റ്റം നമ്മൾ ലീവ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ലോഗിൻ, അല്ലെ, സൈൻ ഔട്ട് അല്ലെങ്കിൽ ലോഗ് ഔട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ പറയുന്ന എല്ലാം ഉറപ്പുവരുത്തുക, സേഫ് ആണ് എന്നുള്ള രീതിയിൽ ഉറപ്പുവരുത്തേണ്ടത് ഈ പറയുന്ന സ്റ്റാഫാണ്. ഓക്കെ. ദെൻ അപ്പൊ ഇത്രയും പറയുന്ന ഡ്യൂട്ടീസ് ആണ്, മെയിൻ ജോബ്സ് ആണ് ഈ പറയുന്ന റിസപ്ഷനിസ്റ്റ് ഉള്ളത്. പോയിന്റ്സ് എല്ലാം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. കുറച്ചും കൂടി ഉള്ള പോർഷൻസ് അതുകൂടെ കംപ്ലീറ്റ് ചെയ്യട്ടെ, അതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. ഓക്കെ, ചെയ്യാലോ? ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ. സ്കിൽസ്, ഞാൻ അവിടെ കണ്ട സ്കിൽസ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ടെലിഫോൺ എറ്റിക്വറ്റ്, കസ്റ്റമർ സർവീസ്, ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാംസ്, ദ മാനേജ്മെന്റ്, മൾട്ടി ടാസ്കിംഗ്, ഓർഗനൈസേഷൻ, സ്കെഡ്യൂളിംഗ്. ഈ പറയുന്ന അത്യാവശ്യം സ്കിൽസ്, അല്ലെ,
കമ്പ്യൂട്ടർ നോളജ് വേണം. ദെൻ അവർക്ക് മാനേജ്മെന്റ് സ്കിൽ വേണം, മൾട്ടി ടാസ്കിങ്, ഓർഗനൈസേഷൻ സ്കെഡ്യൂളിംഗ് ഇതൊക്കെ ചെയ്യാനുള്ള, കസ്റ്റമർ സർവീസ് ചെയ്യാനുള്ള ഒരു സ്കില്ല്, ടെലിഫോൺ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, സിസ്റ്റം ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, കമ്പ്യൂട്ടർ നോളജ് കാണണം, ഇതെല്ലാം അവർക്ക് വേണ്ട സ്കില്ലാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെ, അതിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പോർട്ടന്റ് ആണല്ലോ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണ്ടേ, able to listen effectively and express oneself in a clear, articulate manner. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈസ് വെരി ഇമ്പോർട്ടന്റ് ആസ് എ റിസപ്ഷനിസ്റ്റ്. Then information collection and management. Able to collect and organize monitor data efficiently. ഇപ്പൊ monitor means കമ്പ്യൂട്ടറിലാണ് അല്ലെ. ഇപ്പൊ ഡാറ്റ കളക്ട് ചെയ്യാൻ മാനേജ് ചെയ്യാനുള്ള ഒരു സ്കില്ലും ആ ഇൻഫർമേഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അവർക്ക് അത്യാവശ്യമാണ്. Then planning and organizing. Able to multitask the priorities and schedule tasks and activities. Plan ചെയ്യുക, schedule ചെയ്യുക, കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാം. ഓർഗനൈസ് മീൻസ് എന്താണ്, സംഘടിപ്പിക്കാം. കറക്റ്റ് പക്കാൻ മലയാളം സംഘടിപ്പിക്കാന്നാണ് കേട്ടോ. കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു കഴിവും കൂടി പറയുന്ന സ്റ്റാഫിന് വേണം. Then attention to detail. Able to produce accurate and high quality work through concern for all areas involved. എല്ലാ വർക്കിലും, അതായത് ഇപ്പോ പറയുന്ന ഓൾ ഏരിയാസ്, എല്ലാ ഏരിയാസിലും ഒരു അറ്റൻഷൻ അല്ലെ, അറ്റൻഷൻ ഉണ്ടാവണം. ആ ഡീറ്റെയിൽസ് ക്രിയേറ്റ് ചെയ്യാനും അതായത് എന്താണ് കുറച്ചൊരു ആക്യുറേറ്റ് ചെയ്യാനും ക്വാളിറ്റീസ് വർക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു അറ്റൻഷൻ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് വേണം. കസ്റ്റമർ സർവീസ് കെയർ അല്ലെ, able to develop a good customer relationship focusing on achieving customer satisfaction. കസ്റ്റമറുമായിട്ടുള്ള കസ്റ്റമർ സർവീസ് കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കണം, അവരുടെ എന്താണ് സാറ്റിസ്ഫൈ ആയിരിക്കണം. കസ്റ്റമേഴ്സ്, ഓരോ കസ്റ്റമേഴ്സും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം ലീവ് ചെയ്യുമ്പോൾ. സോ കസ്റ്റമർ സർവീസ് സ്കിൽ is very important. Then adaptability. Able to adjust approach to meet changing demands and the situation that includes in dealing with the desire of people. അതായത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. ഏതൊരു സാഹചര്യത്തിലും നമുക്ക് അവിടെ ഓവർകം ചെയ്യാൻ പറ്റണം അല്ലെ. എന്ത് ഇഷ്യൂസ് വന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഡീൽ ചെയ്യാനും ആ ഒരു സാഹചര്യം നമ്മൾ അഡാപ്റ്റ് ചെയ്യാനും നമുക്ക് അത് പറ്റണം. ഓക്കെ. Then confidentiality. Able to maintain confidentiality and ഏതൊരു ethical standard. നമുക്കൊരു confidentiality means എല്ലാ കാര്യങ്ങളും പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു കഴിവും കൂടെ നമുക്ക് വേണം. ഓക്കെ. ഇത്രയും പറയുന്ന സ്കിൽസ് ആണ് ആസ് എ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റിന് വേണ്ടത്. അപ്പൊ അവരുടെ സ്കിൽസും ഡ്യൂട്ടീസും ആണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് എന്താണ്, ടെലിഫോൺ. എന്തൊക്കെയാണ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ സ്കിൽ? ഏതാണ്? ടെലിഫോൺ അല്ലെ. ടെലിഫോൺ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്കില്ലും കൂടിയാണ്. when a patient calls in, the way in which the front desk person handles and the telephone call determines how the facility is received. The medical office receptionist must be a good listener and maintain confidentiality besides having good phone manners. അതായത് ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്രണ്ട് ഓഫീസ് അല്ലെ, റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടീസിനെ കുറിച്ചാണ്. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പേഷ്യൻസ് നമ്മൾ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുക, പിന്നെ അവരെ കെയർ ചെയ്യുക, അവരുടെ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യുക, ദെൻ അവരെ അസിസ്റ്റ് ചെയ്യുക, ഫോം ഫിൽ ചെയ്യാൻ വേണ്ടി അസിസ്റ്റ് ചെയ്യുക, പിന്നെ അവരുടെ ബില്ലിംഗ് ഇൻഫർമേഷൻസ് എല്ലാം ഓക്കെ ആണോ നോക്കുക, അവർ ചെയ്ത ഫോംസ് എല്ലാനും നന്നായിട്ട് ഫിൽ ചെയ്തിട്ടുണ്ടോ, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കുക, ദെൻ പേഷ്യൻസിന്റെ പേയ്മെന്റ് എല്ലാം കളക്ട് ചെയ്യുക, ദെൻ എന്താണ് റിപ്പോർട്ട്സ് എല്ലാം കളക്ട് ചെയ്യുക, ഓരോ അപ്പോയിന്റ്മെന്റ്സ് ആണെങ്കിൽ അതൊക്കെ സ്കെഡ്യൂൾ ചെയ്യുക, പിന്നെ എന്താണ് നന്നായിട്ട് ഡീൽ ചെയ്യുക, കസ്റ്റമേഴ്സ് ഡീൽ ചെയ്യുക, അവർ ചോദിക്കുന്ന ഇൻഫർമേഷൻസോ എന്തെങ്കിലും എൻക്വയറീസിനോ റെസ്പോണ്ട് ചെയ്യുക, ദെൻ അവരുടെ കാര്യങ്ങൾ എല്ലാം സേഫ് ആണ്, എല്ലാം കോൺഫിഡൻഷ്യൽ ആണ്. കോൺഫിഡൻഷ്യൽ മീൻസ് സേഫ് കേട്ടോ, എല്ലാം ഓക്കെ ആണ്, സേഫ് ആണ്, അവരുടെ ഇൻഫർമേഷൻസോ അവരുടെ ഡാറ്റാസ് എല്ലാം സേഫ് ആണ് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം കമ്പ്യൂട്ടർ ലോഗ് ഔട്ട് ചെയ്യുക. അപ്പൊ ഒരുപാട് ഡ്യൂട്ടീസ് നമ്മളിവിടെ നോക്കി. ദെൻ സ്കിൽസ് ആണ്, അവർക്ക് എന്തൊക്കെ സ്കിൽസ് ആണ് വേണ്ടത് ആസ് എ റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന് എന്തൊക്കെ സ്കിൽസ് ആണ് വേണ്ടത്, ഏതൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം, ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ് സ്കിൽ വേണം, പ്ലാനിങ് ആൻഡ് ഓർഗനൈസിംഗ് സ്കിൽ വേണം, അറ്റൻഷൻ ടു ഡീറ്റെയിൽ സ്കിൽ വേണം, കസ്റ്റമർ സർവീസ് സ്കിൽ, അഡാപ്റ്റബിലിറ്റി, confidentiality. Then the last one is telephone etiquette. ടെലിഫോൺ ഹാൻഡിൽ ചെയ്യാനും കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ പെരുമാറ്റത്തിലൂടെ ബിഹേവ് ചെയ്യാനും അവരുമായിട്ട് നന്നായിട്ട് അവരുടെ പ്രശ്നങ്ങൾ കേട്ടിരിക്കാനും
അല്ലെ, അവരുടെ കാര്യങ്ങളെല്ലാം കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു ടെലിഫോൺ സ്കില്ല് അല്ലെ, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ആസ് എ റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഇത്രയും സ്കില്ലാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ അവർ എന്താണ് ചെയ്യേണ്ടതും എന്താണ് ചെയ്യാൻ പാടില്ലാത്തതാണ് നോക്കേണ്ടത് കേട്ടോ. ഡൂസ് ആൻഡ് ഡോൺസ്. സ്മൈൽ ആൻഡ് പ്ലസന്റ് ടോക്ക്, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അങ്ങനെ ചിരിക്കുക, നമ്മളൊരു പ്ലസന്റ് ആയിരിക്കണം, എപ്പോഴും നമ്മൾ പ്ലസന്റ് ആയിരിക്കണം. എന്ത് നെഗറ്റീവ്സ് നമ്മളൊക്കെ ഉണ്ടെങ്കിലും, പേഴ്സണൽ ആണെങ്കിലും നമ്മുടെ ഫാമിലി ഇഷ്യൂസ് എന്താണെങ്കിലും എന്തും ആയിക്കോട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഒരു നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആ ടൈമിൽ നമ്മൾ എന്താണ് പ്ലസന്റ് ആയിരിക്കണം. ദെൻ ക്ലിയർ ആയിട്ട് സംസാരിക്കുക, വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ക്ലിയർ ആയിട്ട് സംസാരിക്കുക. ദെൻ അവരെ വെൽക്കം ചെയ്യുക. ഓക്കെ, വെൽക്കം. ഇനി എന്താണ് ചെയ്യാൻ പാടുള്ളത്? ഡിസ്ട്രാക്ട് ചെയ്യുക, അവരായിട്ട് അകന്ന് നിൽക്കാതിരിക്കുക. ഷൗട്ട് ഓർ വിസ്പർ, ഒരിക്കലും ദേഷ്യപ്പെടുകയോ പയ്യെ സംസാരിക്കുക. വിസ്പർ ചെയ്യാൻ മീൻസ് എന്താണ് സംസാരിക്കുക, അങ്ങനെ ചെയ്യാനും പാടില്ല. ഹോൾഡ് ഫോർ ടു ലോങ്, ഒരുപാട് സമയം വെയിറ്റ് ചെയ്യിക്കാനും പാടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു ഫ്രണ്ട് ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളും അവരുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യേണ്ട ഡ്യൂട്ടീസും അവരെങ്ങനെയൊക്കെയാണ് ഒരു പേഷ്യന്റിനെ ഹാൻഡിൽ ചെയ്യേണ്ടതും ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആ ഹോസ്പിറ്റലിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ മോഡ്യൂൾ 1 ചാപ്റ്റർ 8 ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ലാസ്റ്റ് കുറച്ച് സ്പീഡ് കൂടിയത്, അത് കുറച്ചുകൂടെ പോർഷൻ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഒന്ന് കുറച്ച് സ്പീഡിൽ പറഞ്ഞാണ്. പക്ഷെ ഞാൻ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് ബ്രീഫ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നന്നായിട്ടൊന്ന് ഈ ചാപ്റ്റർ വായിച്ചു നോക്കാട്ടോ എല്ലാവരും. പ്രത്യേകിച്ച് ഒന്നുമില്ല, കൺഫ്യൂസിംഗ് ആക്കാനോ ടെൻഷൻ അടിക്കാനോ ഒന്നുമില്ല. ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് ഒരു നിങ്ങളിപ്പോ ഒരു റിസപ്ഷനിസ്റ്റ് ആണ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള, ഒരിക്കലും കുറച്ചൊരു എന്താണ് കൺഫ്യൂസിംഗ് അല്ലാത്തൊരു ചാപ്റ്ററും കൂടിയാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ്. നന്നായിട്ട് വായിച്ചു നോക്കാം, ക്ലിയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ഓക്കെ ആണോ? മനസ്സിലായോ നിങ്ങൾക്ക്? നമുക്ക് ഒരുപാട് ടൈം ലിമിറ്റ്സ് ഉണ്ട് അല്ലെ, 1 hour ഉള്ളൂ. സോ കുറച്ച് പോർഷൻസ് ആയിട്ട് ഞാൻ ബാലൻസ് വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചതാണ് കേട്ടോ, പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോയത്. എന്നാലും ബ്രീഫ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് വായിച്ചു നോക്കാം, മോക്ക് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, എല്ലാ പോയിന്റ്സും ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഈ പറയുന്ന സ്കിൽസ് ആണെങ്കിലും അവരുടെ ഡ്യൂട്ടീസ് ആണെങ്കിലും മനസ്സിലാക്കി ഒന്ന് പഠിച്ചു വെക്കാം. ക്വസ്റ്റ്യൻ കണ്ടാല് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം, അപ്പൊ ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കാം. ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ക്ലാസ് ഓക്കെ അല്ലേ നിങ്ങൾക്ക്? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഒന്ന് സംസാരിക്കാവോ? ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ് ഓക്കെ അല്ലേ? സിലബസിലുള്ള കാര്യങ്ങൾ തന്നെയല്ല ഇത്, നമുക്ക് പുസ്തകമായിട്ട് തന്നെ ഉള്ളതല്ല, പുസ്തകത്തിലുള്ള പാഠഭാഗങ്ങളുടെ ഇത് സിലബസിലുള്ള കാര്യങ്ങൾ തന്നെ, ഇത് നമുക്ക് ഉള്ളത് തന്നെയല്ല. ഇത് നമ്മുടെ ബുക്കിലുള്ള ഭാഗങ്ങളല്ല. ഇത് ഫ്രണ്ട് ഓഫീസിന്റെ ഭാഗം നമ്മൾ ബുക്കിലില്ലേ ഫുള്ളായിട്ടു? ആ ടെക്സ്റ്റ് ഇതേപോലെ തന്നെ അല്ല? അപ്പൊ പ്രത്യേകിച്ച് ഇത് നമ്മള് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കേണ്ട ആവശ്യം ബുക്കിൽ തന്നെ ഉണ്ടാവില്ലേ നമ്മള്? ടെസ്റ്റ് ബേസ് ചെയ്തിട്ടല്ലേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക? ഓക്കെ ഓക്കെ ഓക്കെ. ടെക്സ്റ്റ് ആയിട്ട് കുറച്ചുകൂടി കണക്റ്റഡ് ആയിരിക്കണം. ഓരോ സെന്റൻസിന് ഓർമ്മ എന്താണ് അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചോളൂ. എടുത്ത ചാപ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാം നന്നായിട്ട് വായിച്ചോളൂ. ഓക്കെ, എന്തൊക്കെയാണ്? ഹലോ, റിസപ്ഷനിൽ എന്തൊക്കെയാണ് നമ്മളൊരു പേഷ്യൻസ് ചെയ്യുന്ന ആ കാര്യങ്ങൾ ഇത് പറഞ്ഞേക്കുന്നത്? അതെ അതെ, ഫ്രണ്ട് ഓഫീസ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും അവർ എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് അവർക്ക് വേണ്ട, സ്കിൽ എന്താണ്, അപ്പൊ ഫ്രണ്ട് ഓഫീസിനെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ
പറയുന്നത് കേട്ടോ. Okay, thank you, ma'am. Okay. Yeah. Okay. So thank you all. See you on next class. Okay. Bye.